ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന ഒത്തുതീർപ്പിന് വേണ്ടി ദേവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ദേവൻ പറയുകയാണ്, നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് എനിക്കൊരു മനസമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളെന്നെ ഞാൻ ഇവിടെ നിന്നും ഇറക്കി വിട്ടത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇവിടേക്ക് വരാനാണ് ഉദ്ദേശമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. എന്നാൽ പിന്നെ എനിക്ക് ഇവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാമല്ലോ. അതിനു വേണ്ടി ബാഗൊക്കെ പാക്കാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറയണം. അത് കേൾക്കുന്ന സമയത്ത് ഭാവനയ്ക്കത് താങ്ങാൻ കഴിയുന്നില്ല. അത്രമാത്രം അധികം എന്നെയും സൂര്യയെയും വെറുത്തോ എന്ന് മനസ്സിൽ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയ്ക്ക് കരച്ചിൽ വരികയാണ്. അങ്ങനെ ഭാവന ചോദിക്കുകയാണ്, അതിനു മാത്രം എന്ത് തെറ്റാണ് അങ്കിൾ ഞങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ കൂടുതൽ സംസാരിക്കണമെന്നില്ല ഭാവന, നിനക്ക് പോവാമെന്ന് പറയട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, അങ്കിൾ അതിനു മാത്രം അധികം ഞങ്ങൾ എന്ത് തെറ്റാണത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ദേവൻ പറയാണ്, നിങ്ങൾ ഈ വീട്ടിലുണ്ടായാൽ എൻ്റെ മനസമാധാനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം എനിക്ക് നല്ല മനസമാധാനമുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഭാവനയെ ദേവൻ പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ ഭാവന കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഈ സമയം ഭാവനയുടെ മുഖത്ത് നോക്കി ദേവൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ കാരണം ദേവൻ പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭാവന പോകുന്ന സമയത്ത് ദേവൻ തിരിച്ചു വിളിച്ചാലോ ഭാവനയെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഭാവന ഇറങ്ങി പോകുന്നത് ദേവൻ അവിടെ നിന്നിങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നോക്കുകയാണ്. അങ്ങനെ ഭാവന കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാനസയും ജയനിർമ്മലയും അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്തായി മോളെ എന്ന് ചോദിക്കുമ്പോൾ അങ്കിളുടെ ഭാഗത്തു നിന്നും ഇതുവരെയും കാണാത്ത ഭാവവ്യത്യാസമാണ് ഞാനിപ്പോൾ കണ്ടത്. അങ്കിളിനോട് ഞാനും സൂര്യയും എന്ത് തെറ്റാണ് ചെയ്തത്? അങ്കിൾ പറയുന്നത് ഞങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്കിൾ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല എന്നാണ്. ഞാൻ കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സൂര്യയെ എന്തായാലും ഇവിടേക്ക് പറഞ്ഞയക്കാം, ഞാൻ വരാതിരുന്നാൽ മതിയല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ജയ പറയാണ്, അതിന് സൂര്യ ഇവിടേക്ക് വന്നാലും രണ്ടാളും രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതുവരെയും ഞാൻ ഇവിടെ ബഹളം വെച്ചാലും തല്ലുകൂടിയാലും അച്ഛനും മോനും ഒരു കെട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ധൈര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അച്ഛനും മോനും തമ്മിൽ പിരിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി സൂര്യ ഇവിടേക്ക് വരണമെന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു എൻ്റെ ബലം എന്ന് ജയ പറയാട്ടോ. ഭാവന പറയണ, എങ്കിൽ ആൻറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും സൂര്യയെ കാണാൻ വരാലോ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ എൻ്റെ മോനെ പുറത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ ആവശ്യം. എൻ്റെ മോനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് ഒരേ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയണേ. അപ്പോൾ ഭാവന പറയണേ, ഞാൻ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ആൻറ്റി എന്നും പറഞ്ഞ് പിന്നെ മാനസയോട് ഭാവന സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് വല്യമ്മയെ ഇവിടെ നിന്നും തന്ത്രപൂർവ്വം പറഞ്ഞയച്ചത് എന്ന് പറയട്ടോ. ആ സമയത്ത് മാനസയ്ക്ക് ഒന്നും പറയാനാവാതെ മാനസ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പം മാനസ പറയാണ്, ഭാവന എനിക്ക് ഒന്നുകൂടി അങ്കിളിനോട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയണ, വേണ്ട, അങ്കിളിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയണ. അങ്ങനെ ദേവൻ്റെ അടുത്ത് നിന്നും വരുന്ന സമയത്ത് ഭാവന ദേവനോട് പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരിക്കലും ആരുടെയും കൺവെട്ടത്ത് പോലും വരാതെ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ദേവൻ്റെ കൈ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവന് ഒന്നും പറയാനാവാതെ, എങ്ങനെയാണ് സത്യങ്ങളൊക്കെ ഞാൻ ഭാവനയോട് പറയുക? ഞാൻ ഇവിടെ വെച്ച് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഞാനും സൂര്യയും കളിക്കുന്ന ഈ നാടകം പൊളിയുമല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഭാവനയെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാതെ ദേവൻ ഭാവനയോട് അവിടെ നിന്നും പോകാൻ വേണ്ടി പറയുന്നത്. അതൊക്കെ കാണുന്ന സമയത്ത് ഭാവനയ്ക്ക് സങ്കടം സഹിക്കാതെയാണ് താഴേക്ക് വരുന്നത്. അങ്ങനെയാണ് ജയനിർമ്മലയോട് ഭാവന സംസാരിക്കുന്നത്. ഒരിക്കലും അങ്കിളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പ്രതികരണമായിട്ടില്ല, അങ്കിൾ ഒരുപാട് മാറിയിരിക്കുന്നു ആൻറ്റി എന്ന് പറയണേ. ആൻറ്റിയുടെ കരച്ചിൽ കാരണമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ. ജയനിർമ്മലയും മാനസയും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഭാവന എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ഭാവന പറയാണ്, നീ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നീ പുറത്തേക്ക് പോകുന്ന സമയത്ത് തനിച്ചു പോവരുത്. മഹേന്ദ്ര ശർമ്മയെ നീ സൂക്ഷിക്കണം. അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് മാനസയൊക്കെ ഉപദേശിച്ച ശേഷമാണ് ഭാവന അവിടെ നിന്നും വിഷമത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ദേവനാണെങ്കിലോ ബാൽക്കണിയിൽ നിന്ന് ഭാവന വിഷമത്തോടു കൂടി ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവനും പൊട്ടിക്കരയുന്നുണ്ട്. ഭാവനയോട് എനിക്ക് എല്ലാ കള്ളത്തരവും മറച്ചു വെക്കേണ്ടി വന്നല്ലോ എന്നുള്ള കുറ്റബോധമാണ് ദേവൻ്റെ മനസ്സിൽ. അങ്ങനെ ഭാവന നടന്നു പോകുന്ന സമയത്താണ് അവിടേക്ക് സൂര്യ കാറുമായിട്ട് വരുന്നത്. കാറിലേക്ക് കയറാൻ പറയുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ എന്നോട് ഒരക്ഷരം പോലും പറയാതെ നീ വെറുതെ വീട്ടിലേക്ക് പോവാൻ നിന്നത്? നിനക്ക് കണക്കിന് കിട്ടിയ ലക്ഷണമുണ്ടല്ലോ, നിന്റെ മുഖമൊക്കെ വാടിയിട്ടുണ്ടല്ലോ എന്ന് പറയണേ. അങ്ങനെ ഭാവന പൊട്ടിക്കരയുകയാണ് കേട്ടോ. സൂര്യയുടെ മുന്നിൽ വെച്ച്
ചോദിച്ച്. അപ്പോൾ സൂര്യക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ സങ്കടം വരുന്നുണ്ട്. അവനാ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കട്ടിയേ ഉള്ളൂ, ഞാൻ ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് അവിടേക്ക് പോവണ്ട. അച്ഛൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ നമ്മളോട് പ്രതികരിക്കുന്നത്. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിട്ടാണ് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? ഞാൻ അമ്മയോടല്ലേ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, പിന്നെ ഒരു കാരണവുമില്ലാതെയാണ് അച്ഛൻ എന്നെ അടിച്ചത് എന്നൊക്കെ പറയാട്ടോ. നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നമ്മൾ എന്നും പോകുന്ന ബീച്ചിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ഭാവനയും കൊണ്ട് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ടും സൂര്യയും ഭാവനയും കൂടി ദേവനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. ഭാവന പറയാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമായിരുന്നു അങ്കിളിനെ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു മായ ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്കിൾ ഇതുവരെയും ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ സൂര്യയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് അങ്കിളായിരുന്നു. അങ്ങനത്തെ അങ്കിളാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്കിളിൻ്റെ ഈ ഭാവവ്യത്യാസം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ, എൻ്റെ അച്ഛൻ ഇതുപോലെ മാറുമെന്ന് നീ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതുപോലെ നിന്റെ അമ്മയും സേതുവേട്ടൻ പോലെ മാറില്ല എന്ന് എന്തുറപ്പാണുള്ളത് എന്ന് പറയുമ്പോൾ ഭാവന പറയണ, ഇല്ല, ഒരിക്കലും എൻ്റെ സേതുവേട്ടനും അമ്മയും അവരുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വരില്ല എന്ന് പറയട്ടെ. അതങ്ങനെ ഉറപ്പിക്കാനൊന്നും കഴിയില്ല ഭാവന എന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയണേ. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ദേവൻ അങ്ങ് വരുന്നത്. അങ്ങനെ ദേവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഭാവന തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന ദേവനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അങ്കിൾ എന്താ ഇവിടെ എന്നുള്ള ഭാവത്തിലാട്ടോ. അങ്ങനെ ദേവനെ കാണുന്ന സമയത്ത് സൂര്യ ദേഷ്യത്തോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഭാവന ഇനിയിപ്പോൾ ഇവിടെ വീണ്ടും പ്രശ്നമുണ്ടാകുമോ എന്നാണ് കേട്ടോ ഭാവന ആ സമയം മനസ്സിലിങ്ങനെ ദേവൻ്റെയും സൂര്യയുടെയും മുഖഭാവം കാണുമ്പോൾ ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ ദേവൻ സൂര്യയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് രണ്ടുപേരും അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇതെന്ത് മറിമായും, എന്താ ഇപ്പോൾ സംഭവിച്ചത്? ഇവർ രണ്ടുപേരും ഭയങ്കര വഴക്കിലായിരുന്നല്ലോ, ഇപ്പോൾ എന്താ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഭാവന ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയോട് ദേവൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മോളെ, ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ ഒരു നാടകമാണ് ഇത്. കാരണം വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം പ്ലാൻ ചെയ്തത്. നീയാണെങ്കിലോ ആ വീട്ടിൽ നിന്നും പറഞ്ഞപ്പോൾ കേട്ടതുമില്ലല്ലോ. പിന്നെ ജാനകി അവിടെ വന്നതായിരുന്നു ആകെയുള്ള ആശ്വാസം. ജാനകിയെ ആ അജയനും പ്രസീതയും കുതന്ത്രത്തിലൂടെ പറഞ്ഞയച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നിന്നെ അപായപ്പെടുത്താനുള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് നീ അവിടെ സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനും സൂര്യയും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഭാവനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അച്ഛനും മകനും വീണ്ടും ഒന്നായല്ലോ എന്നുള്ള സന്തോഷമാണ് കേട്ടോ ഭാവനയുടെ മനസ്സിൽ. അങ്ങനെ ഭാവന പറയണ, അങ്കിൾ ഞാൻ വല്ലാതെ അങ്ങ് ടെൻഷനായി പോയി എന്ന് പറയുമ്പോൾ, നീ നല്ലതുപോലെ ടെൻഷനായിട്ടുണ്ട് എന്ന് സൂര്യയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് സൂര്യ എന്നെ വിളിച്ച് പറഞ്ഞത്. നിങ്ങൾ ഇവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇവിടെ എത്തിയിരുന്നു. സൂര്യ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണ. അപ്പോൾ ഭാവന പറയണ, ആൻറ്റി ആകെ വിഷമത്തിലാണ്. ആൻറ്റിയുടെ സങ്കടം കണ്ടിട്ടാണ് എനിക്ക് അങ്കിളിനെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നിയത് എന്ന് പറയട്ടോ. നിനക്ക് ജയയുടെ യഥാർത്ഥ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് നന്നായിട്ട് തന്നെ അവളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഇതെല്ലാം അവളുടെ അഭിനയമാണ് എന്ന് പറയുമ്പോൾ, അല്ല ആൻറ്റി അത്രമാത്രം അധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് എന്നോട് വന്ന് സംസാരിച്ചത്. എൻ്റെ കാല് പിടിക്കുക പോലും ചെയ്തു എന്ന് പറയുമ്പോൾ, അതൊക്കെ ജയയുടെ ഒരു അടുത്ത നമ്പറാണ്. അവൾ എല്ലാവരെയും കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ തൽക്കാലം നിന്നോട് ഇത് പറയുന്നില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നീ ഇനി ഇത് അവരോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയട്ടെ. അല്ല അങ്കിൾ, എനിക്ക് എൻ്റെ അമ്മയോടും സേതുവേട്ടനോടും ഇക്കാര്യം പറയണമെന്ന് പറയുമ്പോൾ, അതിനെന്താ നീ അവരോട് പറഞ്ഞോ? കാരണം എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാനൊക്കെ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ. അതുകൊണ്ട് അവരോട് പറഞ്ഞു, അതിലൊരു കുഴപ്പവുമില്ല. പക്ഷേ ജയയെ ഇക്കാര്യം അറിയിക്കരുത്. ജയ അറിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. നിന്റെ പ്രസവം കഴിയുന്നത് വരെ ഈ നാടകം ഇങ്ങനെ തന്നെ പോവണം എന്ന് പറയണേ. അപ്പോൾ ഭാവന പറയണ, അല്ല ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അങ്കിൾ കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുകയാണ്, അങ്കിൾ എന്തൊക്കെയോ വേണ്ടാത്തതും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് കരഞ്ഞത് എന്ന് പറയണ. അത് ജയയുടെ മുന്നിലൊന്ന് അഭിനയിച്ചതാണ്, കള്ള് കുടിച്ചതുപോലെ. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഒരു വലിയ ഒരു കഥയാണ് എന്ന് പറഞ്ഞ് ദേവൻ അക്കാര്യം പറയാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ദേവൻ അക്കാര്യം പറയുകയാണ്, ഞാൻ ജയയുടെ മുന്നിൽ അഭിനയിച്ചതാണ്, ഞാൻ കള്ള് കുടിച്ചതായിട്ട് അഭിനയിച്ചതാണ്. യഥാർത്ഥത്തിൽ അത് കള്ളായിരുന്നില്ല. അതുകൊണ്ടാണ് അജയൻ വന്ന് കള്ള് ചോദിച്ച സമയത്ത് ഞാൻ കൊടുക്കാതിരുന്നത്. കാരണം അജയൻ എങ്ങാനും ആ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അത് കള്ളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ജയയുടെ മുന്നിൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവന് കൊടുക്കാതിരുന്നതും. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ജയയുടെ മുന്നിൽ അഭിനയിക്കാൻ.
കള്ളു കുടിച്ചതുപോലെ അഭിനയിക്കാൻ കള്ളുകുടിയന്മാരെയൊക്കെ സമ്മതിക്കണം എന്നൊക്കെ ദേവൻ പറയുകയാണ്. അങ്ങനെ ജയയുടെ മുന്നിൽ അഭിനയിച്ചത് കൊണ്ടാണ് വിശ്വസിച്ചത് തന്നെ ജയയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, അതൊന്നും നടക്കാനും പോകുന്നില്ല. അപ്പോൾ തൽക്കാലം സൂര്യയും ഭാവനയും നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. നിന്റെ പ്രസവം കഴിയുന്നത് വരെ നീ സുരക്ഷിതമായിട്ട് നിന്റെ വീട്ടിലുണ്ടാവണം എന്ന് പറയണം. അങ്ങനെ അവർ 3 പേരും കൂടി പിന്നെ പ്ലാൻ ചെയ്ത ശേഷം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന നേരെ വീട്ടിലെത്തിയ ശേഷം ഗായത്രി കാത്തു നിൽക്കുകയാണ്. എന്താണ് ദേവൻ പറഞ്ഞത്, 2 പേരും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോൾ ഭാവനയും സൂര്യയും അവിടേക്ക് സന്തോഷത്തോടു കൂടി വരുന്നത് കാണുമ്പോൾ ഗായത്രി ചോദിച്ചറിയുകയാണ് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാവന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. സൂര്യയും അങ്കിളും കൂടി ചേർന്നൊരുക്കിയ നാടകമായിരുന്നു അമ്മേ എന്ന് പറഞ്ഞ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് ഗായത്രി തന്നെ അങ്ങ് അതിശയിച്ചു പോവുകയാണ്. ഇത് അജയനും പ്രസീതയും കൂടി സംസാരിക്കുകയാണ്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് സ്വന്തമാക്കണം, അതിനുള്ള കാര്യങ്ങൾ ജയോട് ചോദിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ വീടൊന്നും കിട്ടിക്കൊള്ളണമെന്നുമില്ല എന്ന് പറയണം. അപ്പോഴാണ് അവിടേക്ക് മാനസ വരുന്നത്. അങ്ങനെ മാനസ ദേഷ്യപ്പെട്ട് വരികയാണ്. ഭാവനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അന്ന് ആ ജാനകി ആൻറ്റിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പല്ലവിയെ കാണാൻ വേണ്ടി പോയത് എന്നൊക്കെ പറഞ്ഞ് ചൂടായി സംസാരിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ നിക്കക്കള്ളി ഉണ്ടാവില്ല, നിങ്ങളെന്നെ ഉറപ്പായും ജയനിർമ്മല ആൻറ്റി തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും, അതിനുള്ള വഴി നിങ്ങൾ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറയണേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനിച്ചു, ഞങ്ങൾ ഈ വീട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്, നമുക്ക് അവകാശപ്പെട്ട വീട് ഇത് ചോദിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതോ എങ്ങനെ ചോദിക്കുമ്പോൾ അജയന് പറയണ അല്ല നമുക്കിത് തരാമെന്ന് ജയ അന്ന് തന്നെ പറഞ്ഞതല്ലേ, ഈ വീടും സ്ഥലവും എനിക്ക് തരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പം പിന്നെ ഇനി എന്തിനാണ് വൈകിക്കുന്നത്, ഇനിയിപ്പോൾ ഏതായാലും നീ ഇപ്പോൾ ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞിനെ പ്രസവിക്കാനും പോകുന്നതാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ എന്ത് ചോദിച്ചാലും ജയക്ക് തന്നേ മതിയാവൂ, അതുകൊണ്ട് ഇനി ഇതിന് വിട്ടുവീഴ്ച കൊടുക്കാൻ പറ്റില്ല, ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ പേരിലേക്ക് ഈ സ്ഥലം ആക്കണം, ഈ വീടും സ്ഥലവും എൻ്റെ ഒരു മോഹമാണ് എന്നൊക്കെ പറയണേ. പക്ഷേ മാനസ പറയണ ഇല്ല, ഒരിക്കലും ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല, ഇത് ഞാൻ ചോദിക്കില്ല എന്ന് പറയുമ്പോൾ അജയനും പ്രസീതയും നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ജയയുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങിച്ചിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ജയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്നും സൂര്യ മാത്രമാണ് പോയിട്ടുള്ളത്, ഇനിയിപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്ന രഹസ്യം അറിഞ്ഞാൽ ദേവനും കൂടി ഈ വീട്ടിൽ നിന്ന് പോകും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജയ്ക്ക് ഈ വീട് ഞങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ മാനസ തന്നെ ഞെട്ടിപ്പോവുകയാണ്.